Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 49 ആണ്. 41/2024 ജൂനിയർ അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നമ്മളിത് 49 ദിവസമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണുന്നവരാണെങ്കിൽ ഡേ 1 തൊട്ട് കണ്ട് വേണം വരാനായിട്ട്. കാര്യം ഡേ 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ആകുമ്പോഴേക്കും നമ്മൾ അത്രയും ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. 49 ഇത്രയൊക്കെ എത്തുമ്പോഴേക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഡെയിലി ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ടെൻസ് ഫോം അല്ലെ എന്താണെന്നാ വേണ്ടത്? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐ ഡാഷ് ഹിയർ സ്റ്റിൽ സൺഡേ. അതായത് ഞാൻ സൺഡേ വരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേ ചെയ്യും അല്ലെ. സ്റ്റേ എന്ന് പറയുന്ന വെർബാണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൺഡേ വരെ, അതായത് ഫ്യൂച്ചറിലും എന്താണ്, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണിത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് വേണം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? അതിന്റെ കൂട്ടത്തിൽ വില്ല് ഓർ ഷാൽ വേണം. വിൽ പ്ലസ് ഷാൽ വേണം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബി പ്ലസ് എന്താണ്, വെർബിന്റെ ING ഫോം. ഇതാണ് വേണ്ടത് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ. ഞാനിവിടെ എന്താണ്, സൺഡേ വരെ ഐ വിൽ ബി സ്റ്റേ ഹിയർ സ്റ്റിൽ സൺഡേ. ഞാനിവിടെ സൺഡേ വരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേ ചെയ്യും. ഐ വിൽ ബി സ്റ്റേയിങ്. സബ്ജക്റ്റ് വേണം, വിൽ ഓർ ഷാൽ വേണം, പ്ലസ് ബി പ്ലസ് വെർബിന്റെ ING ഫോം ആണ് വേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ചൂസ് എ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ്. അതായത് പാസീവ്, ആക്റ്റീവ്, പാസീവ്, ചേഞ്ച് ഇൻ വോയിസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് ഡ്രോ ദ പിക്ചർ. പ്ലീസ് ഡ്രോ ദ പിക്ചർ. ഇവിടെ പ്ലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ്, ഒരു റിക്വസ്റ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇൻസ്ട്രക്റ്റഡ് ആണ്, ഇവിടെ ഓർഡേർഡ് ആണ്, ഇവിടെ റിക്വസ്റ്റ് ആണ്, ഇവിടെ ഇമ്പോളേർഡ്. ഇവിടെ ഏതാണ്? റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഡ്രോ ദ ഫിഗർ. അപ്പൊ നോക്കിക്കേ, യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ. ഇതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. Fill in the blanks using the suitable preposition. I dash walk 10 miles without getting tired. എന്താണ്? I dash walk 10 miles. എനിക്ക് എന്താണ്, ടയേർഡ് ആവാതെ 10 miles നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നടക്കാൻ പറ്റും. അത് എൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അല്ലെ. ഐ ക്യാൻ വാക്ക് അല്ലെ, എനിക്ക് പറ്റും, എന്നെ കൊണ്ട് എൻ്റെ ഒരു സാധ്യതയാണ്, എനിക്കത് പറ്റുമെന്നാണ് പറയുന്നത്. ഐ ക്യാൻ വാക്ക് 10 miles without getting tired. ഞാൻ ടയേർഡ് ആവാതെ എനിക്കൊരു 10 മൈലോളം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഒരു പോസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ക്യാൻ ആണ് വരേണ്ടത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. നോ, ഇറ്റ് ഈസ് നോട്ട്. നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിവിടെ നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ഇത് രണ്ടും അല്ല അല്ലെ. വില്ലെന്ന് വരില്ല. ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടുത്തെ വെർബ് അല്ലെ. ഇവിടെ എന്താണ്? ഈസ് ആണല്ലേ നമ്മൾ ഓക്സിലറി വെർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഈസ് ഇറ്റ് വേണം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. Combine the two sentences using the suitable corrective conjunction. Conjunction ആണ്. ഏതൊക്കെയാണ്? not only but also, both and, neither nor, either or. It is not useful. അതെന്താണ്? യൂസ്ഫുൾ അല്ല. It is not ornamental. അപ്പോൾ എന്താ? രണ്ടും നെഗറ്റീവ് ഫോമിലാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? നെയ്തർ വെച്ച് പറയണം അല്ലെ. ഇറ്റ് ഈസ് നെയ്തർ യൂസ്ഫുൾ നോർ എന്താണ്? ഓർണമെന്റൽ ആണ് അല്ലെ. അപ്പോൾ എന്ത് വേണം? നെയ്തർ നോർ ആണ് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. Choose a synonym of the word italicized in the sentence from the given option. He was killed in the battlefield. Killed. He was killed എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സ്ലെയിൻ ആണ് വരേണ്ടത്. സ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? കിൽഡ്. ആ ഒരു മീനിങ് ആണ്. ഇനി എന്താണ്? കോൺഫിസ്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ടു സീസ്, പിടിച്ചെടുക്കുക എന്നുള്ള മീനിങ് ആണ്. ടു സീസ്. ഓക്കെ. ഔട്ട് നമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണത്തിൽ അധികമായിട്ട്. എക്സീഡ് എന്നൊക്കെ പറയത്തില്ലേ, അധികമായി എന്നൊക്കെ. ഡിഫീറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺകോഡ്, പിടിച്ചെടുക്കുക, തോപ്പിക്കുക, പിടിച്ചെടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. അപ്പൊ കിൽഡ് എന്താണ്? സ്ലെയിൻ ആണ്. പഠിച്ചു വെക്കണം. കിൽഡ് സ്ലെയിൻ ആണ്. Fill in the blank using the appropriate gerund. Gerund എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് gerund എന്ന് പറയുമ്പോൾ അത് ING ഫോം ആണ്. ഇവിടെ നമുക്ക് ഡു യു മൈൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡു യു മൈൻഡ്
ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മൾ പഠിച്ചത്, എന്താണ്? ഡു യു മൈൻഡും ഉണ്ട്, അതേപോലെ തന്നെ വുഡ് യു മൈൻഡ്. ഇത് രണ്ടും വരുമ്പോൾ വെർബിന്റെ ING ഫോം ആണ് വരേണ്ടത് അല്ലെ. അവിടെ നമുക്കിവിടെ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഷെയറിങ് ING ഫോം മാത്രം മതി. ടു ഷെയറിങ് അത് വേണ്ട അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ്? ഡു യു മൈൻഡ് ഷെയറിങ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക്. Substitute the word underline with a suitable phrasal verb. The director summoned me and asked for an explanation. ഇവിടെ എന്താണ് പറയേണ്ടത്? Summon means send for ആണ്. Send for. Okay, send for അതായത് അയച്ചു എന്നൊക്കെയുള്ള മീനിങ് ആണ്. വിളിപ്പിച്ചു എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ്ങിലാണ് വരേണ്ടത്. അപ്പൊ എന്താണ്? Summon means എന്താണ്? Send for ആണ്. Fill in the blank using suitable preposition. He felt no qualms borrowing money from his friends. No qualms എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്ന് പറഞ്ഞാൽ about. ഇവിടെ കാംസ് എബൌട്ട് ആണ്. അതായത് നമുക്ക് അവിടെ എന്താണ്? ഒരു ആശങ്കയാണ്. അതായത് അവനവിടെ എന്താണ്? അവനവിടെ യാതൊരു ഫ്രണ്ട്സിന്റെ പണം കടം വാങ്ങുന്നതിനൊന്നും അവനെന്താ യാതൊരു വിഷമവും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ? എബൌട്ട് ആണ് വരേണ്ടത്, പ്രിപ്പോസിഷൻ ആയിട്ട് വരേണ്ടത്. ഹി ഫെൽറ്റ് നോ ക്വാംസ് അബൌട്ട് എന്തിനാ? ബോറോയിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ. Give the correct spelling of the adjective that means careful or taking great care. ഏതിനെയാണ്? കോൺഷ്യൻസസ് അല്ലെ. കോൺഷ്യൻസസ് എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. എന്താണ്? കോൺ. നമ്മൾ സയൻസ് എഴുതത്തില്ലേ, അവിടെ വരെ SCIENCE അല്ലേ. പിന്നെ എന്താണ്? TIOUS. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. കോൺ സയൻ TIOUS. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ. അടിമത്തം. പിന്നെ എന്താണ് പറയാ? ഐച്ഛികം, അജാനബാഹു. ഇവിടെ ഏതാണ്? അടിമത്തം ശരിയാണ്. ഒന്ന് ശരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയാം. ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. ഇനി രണ്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. 3 തെറ്റാണെന്ന് ഓൾറെഡി ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടി. ഐച്ഛികം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐച്ഛികം എങ്ങനെയാണ്? ഈ ഇച്ഛയാണ് അല്ലെ ഐച്ഛികത്തിന് വേണ്ടത്. അപ്പൊ ഇതും തെറ്റാണ്. ഒന്ന് മാത്രമാണ് ഇവിടെ ശരി. ഇനി ആജാനബാഹു അല്ല വേണ്ടത്. എന്താണ്? ആജാനുബാഹു. ഇവിടെ ഒരു കുനിപ്പുണ്ട്. ആജാനുബാഹു ആണ്. ആജാനബാഹു അല്ല, ആജാനുബാഹു ആണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം. അധ്യാപകൻ പഠിക്കാത്തതിനെ കുട്ടിയെ ശകാരിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് നമ്മൾ കുട്ടിയെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, അത് ഒരു മിസ്റ്റേക്ക് ആണ്. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. ഓക്കെ. ഇനി എന്താ പറയുന്നത്? പഠിക്കാത്തതിന് അധ്യാപകൻ. അവിടെയും എന്താണ്? ആ ഒരു വേർഡ് ഫോർമാറ്റ് തെറ്റാണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അതവിടെ ഓക്കെ ആണ് അല്ലെ. അതവിടെ നമുക്ക് പെൻഡിങ് നിർത്താം. അടുത്ത വായിച്ചു നോക്കാം. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. അപ്പൊ ഇവിടെ ഏതാണ്? ഇതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. എന്താണ് വരേണ്ടത്? പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. എന്താണ് നമ്മൾ പറയുന്നത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ, പലതുള്ളി പെരുവെള്ളം. അതാണ് അല്ലെ. ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ ശൈലി പറയുമ്പോൾ എന്താണ്? പലതുള്ളി പെരുവെള്ളമാണ്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റണം എന്ന് പറയും അല്ലെ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. എന്താണ്? മെല്ലെ തിന്നാൽ എന്താണ്? പനയും തിന്നാം എന്നുള്ളതാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത്. പർവ്വതത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? ചലമാണ്. ചലം എന്ന് പറഞ്ഞാൽ അചലം പർവ്വതമാണ്. അചലം എന്താണ്? പർവ്വതമാണ്. ഗിരി എന്താണ്? പർവ്വതമാണ്. നഖം എന്താണ്? പർവ്വതമാണ്. ശൈലം എന്താണ്? പർവ്വതമാണ്. ഓക്കെ. ചലം എന്ന് പറയുമ്പോൾ എന്താണ്? ചലം, ചലിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ചലിക്കുന്നത്, അതാണ് ചലം എന്ന് പറയുന്നത്. ജംഗമം ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കൾ അല്ല. അപ്പൊ എന്താണ് സ്ഥാവരം എന്ന് പറയുമ്പോൾ? ഓപ്പോസിറ്റ് എന്താണ്? ജംഗമമാണ്. സ്ഥാവരം എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കാത്തവ. അതിനെയാണ് നമ്മൾ സ്ഥാവരം എന്ന് പറയുന്നത്. ജംഗമം എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കുന്നവ. അതായത് നിന്റെ വീട്ടിലുള്ള അല്ലെ, ആ സിനിമയിൽ പറയില്ലേ, നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിക്കൊള്ളണം എന്ന് പറയില്ലേ. സെയിം കൺസെപ്റ്റ്. സ്ഥാവരം ജംഗം, അതായത് നിനക്ക് മൂവ് ചെയ്യുന്നതോ മൂവ് ചെയ്യാത്തതോ എന്തോ ആയിക്കോട്ടെ എല്ലാം എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളോ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. അപ്പൊ സ്ഥാവരം ഓപ്പോസിറ്റ് എന്താണ്? ജംഗമമാണ്. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. കർഷകൻ എന്താണ് വരേണ്ടത്? കർഷക. ഓപ്ഷൻ ഡി. കർഷകൻ കർഷകയാണ്. കർഷക. ഓക്കെ. രക്ഷകൻ രക്ഷിക. വിദ്വാൻ വിദുഷി. വിദുരൻ വിധവ അല്ലെ. ദൂതൻ ദൂതി. കാതികൻ കാതിക. രോഗി രോഗിണി. ഇതെല്ലാം എന്താണ്? നമ്മുടെ സ്ത്രീലിംഗ പദമാണ് അല്ലെ. രോഗി രോഗിണി. രക്ഷകൻ രക്ഷികയാണ്. രക്ഷിക. രക്ഷകൻ രക്ഷിക.
കൈ ആടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? കൈ ആടിയെങ്കിലേ വായാടൂ. എന്താണ് പറയുന്നത്? പ്രവൃത്തി ചെയ്തെങ്കിലേ എന്ത് ലഭിക്കുള്ളൂ? ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണമാണോ? അല്ല. അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ. അതല്ല. ജോലി ചെയ്യുന്നവനെ സംസാരിക്കാനുള്ള അവകാശമല്ല. കൈ ആടിയെങ്കിലേ വായാടൂ. വായാടൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, ഫുഡ് കഴിച്ചാൽ നമ്മുടെ കൈകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്താലേ അതിനുള്ള കൂലി കിട്ടുള്ളൂ. കൂലി കിട്ടിയാലേ നമുക്ക് എന്ത് ഭക്ഷണം മേടിക്കാൻ പറ്റൂ, നമ്മുടെ ഉപജീവനം നടക്കൂ. അതാണ് ആ മീനിങ് വരേണ്ടത്. വിൺതലം. എന്താണ് വിൺതലം? വിൺ പ്ലസ് തലമാണ് അല്ലെ? വിൺതലം. വിൺ പ്ലസ് തലം വിൺതലമാണ്. ഇനി സത് പ്ലസ് ആചാരം. എന്താണ് സത് പ്ലസ് ആചാരം വരേണ്ടത്? സദാചാരം. സത് പ്ലസ് ചാരം ആചാരം. എന്താണ്? സത്ത് പ്ലസ് ആചാരമാണ് സദാചാരം എന്ന് പറയുന്നത്. തിന്നു. തിന്നു എന്താണ് വരേണ്ടത്? തിന് പ്ലസ് തു ആണ് എന്ത്? തിന്നു എന്ന് പറയുന്നത്. എന്താണ്? തിന് പ്ലസ് തു ആണ് തിന്നു എന്ന് വരേണ്ടത്. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസം ഏത്? കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളാണ് എന്ത് പറയുന്നത്? കഞ്ച നേർമഴി. കഞ്ചനേർ മിഴിയാളല്ല, കഞ്ച നേർമിഴി. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളെയാണ് നമ്മൾ കഞ്ച നേർമിഴി. സമാസമാണ് അല്ലെ? തലവേദന എന്താണ്? തലയുടെ വേദന അല്ലെ? തലയിലെ വേദന, അതാണ് തലവേദന എന്ന് പറയുന്നത്. അതേപോലെ മല കയറ്റം. എന്താണ് മല കയറ്റം? നമുക്ക് എങ്ങനെ സമാസം വിഗ്രഹിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? മലയിലാണ് നമ്മൾ കയറുന്നത് അല്ലെ? മലയിൽ കയറ്റം. ഈ സമാസം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലോജിക്കാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്ത് മനസ്സിലാക്കി പറയണം. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത്. അങ്ങാടി, അങ്ങാടി, കമ്പോളം, ആപണകം, ഇതെല്ലാം എന്താണ്? വ്യാപാര സ്ഥലത്തെ പറയുന്ന പേരാണ്. തെരുവെന്ന് പറയുമ്പോൾ എന്താണ്? തെരുവ്, അതൊരു വഴിയാകാം അല്ലെ? തെരുവ്. അപ്പൊ എന്താണ്? അങ്ങാടി, കമ്പോളം, ആപണകം എല്ലാം എന്താണ്? വ്യാപാര സ്ഥലമാണ് പറയുന്നത്. അതേപോലെ വീതി, വീതി എന്ന് പറയുമ്പോൾ എന്താണ്? വഴിയാണ്. സരണി, അതെന്താണ്? വഴിയാണ്. അതേപോലെ തെരുവ്, ഇതെല്ലാം എന്താണ്? വഴിയുടെ പര്യായങ്ങളാണ്. വഴി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡിവൈഡ് ബൈ 34ന്റെ മൂല്യം എന്ത്? ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഇവിടെ 37ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, 3ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ഒക്കെ ചെയ്യണേലും എളുപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഒരു ഫോർമാറ്റിലല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് വരും? നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആ ഐഡന്റിറ്റി ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഇവിടെ 34 ഉണ്ട്. 37 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 40 വരും. ഇൻറ്റു 37ൽ 3 കുറക്കുമ്പോൾ 34 ആണ്. ഡിവൈഡ് ബൈ 34 ഉണ്ട്. ഈ 34 ഈ 34 കട്ടായി പോകും. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 40 ആണ്. നെക്സ്റ്റ് നോക്കാം. 4 ഡിവൈഡഡ് ബൈ, ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണേ, നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 4 ഡിവൈഡ് 4 4/11 എന്നല്ലേ? അപ്പൊ ക്രോസ് ചെയ്യുമ്പോഴേക്കും 4 ഇൻറ്റു 11 44 ആണ് അല്ലെ? 4/11 ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരേണ്ടത്? 11 ഇൻറ്റു 4, ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക, ഡിവൈഡ് ബൈ 11. അതായത് 44 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 48/11 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 48/11. ഡിവിഷൻ, രണ്ട് ഭിന്നസംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിട്ട് ഗുണിക്കാം. അപ്പോൾ ഇൻറ്റു 11/16 എന്ന് എഴുതാം. മൈനസ്, ബ്രാക്കറ്റിനുള്ളിൽ എന്തൊക്കെയുണ്ട്? 2 മൈനസ് 3, ഒരു മൈനസ് ഉണ്ട്. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. അപ്പോൾ ഇവിടുത്തെ എത്ര വരും? -1 എന്ന് വരും. പ്ലസ് എക്സ് ഈക്വൽ ടു 0. അതായത് ഇവിടെ 11ഉം 11ഉം കട്ടായി പോകും. 48ഉം 16ഉം കൂടി കട്ടാകും 3 തവണ. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 3 മൈനസ് 2 മൈനസ് 3, മൈനസ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും +1 പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻസർ എങ്ങനെ വരും? 3 മൈനസ് 2ൽ നിന്ന് 3 കുറക്കും അല്ലെ? 2 + 1 3 ആണ്. 3 എത്രയാണ്? 2 + 1 3, 3 മൈനസ് 3 എന്ന് വരും അല്ലെ? പ്ലസ് എക്സ് ഈക്വൽ ടു 0. അതായത് ഇവിടെ എന്താണ്? 0 ആയി പോകും. 3 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് +3 ഇപ്പുറം വരുമ്പോൾ -3 ആണ്. ഇവിടെ ആൻസർ വരേണ്ടത് -3 ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. എക്സ് എന്നത് വൈയുടെ 125% X + y 40 ആണ്.
എങ്കിൽ 2x മൈനസ് വൈയുടെ മൂല്യം ഏതിന് തുല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് എന്നത് വൈയുടെ 125%. അപ്പം നമുക്ക് ആദ്യം എക്സ് എഴുതാം. എക്സ് എന്നത് വൈയുടെ 125%. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ 5 തവണ 5/4 വൈ എന്ന് കിട്ടും എക്സ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 5/4 വൈ എന്ന് എഴുതാം. പ്ലസ് വൈ ഈക്വൽ ടു 90 ആണ്. ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് വരും? 5y പ്ലസ് 4y ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 90 വരേണ്ടത്. ഓക്കെ, ഇവിടെ എത്ര വരും? 9y ഈക്വൽ ടു 90 ഇൻറ്റു 4 എന്ന് വരും. y ഈക്വൽ ടു 90 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 9 എന്ന് വരും. ഇവിടെ ഈ 9 കൂടി കട്ടായി പോകും. 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് 40. വൈയുടെ വാല്യൂ കിട്ടി, 40 കിട്ടി. y 40 എങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5/4 വൈനെ അല്ലേ നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? 5/4 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 40. ഇത് കൂടി കട്ടായി പോകും. 10 തവണ 5 ഇൻറ്റു 10 50 കിട്ടി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 50ഉം വൈ എന്ന് പറയുന്നത് 40ഉമായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2x മൈനസ് വൈയുടെ വാല്യൂ എത്രയെന്നാണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 50 മൈനസ് 40 എന്ന് വരും. 2 ഇൻറ്റു 50 100, 100 മൈനസ് 40 എന്ന് വരും. ആൻസർ എത്ര വരും? 60 വരും. ഓക്കെ, ഓപ്ഷൻ സി 60 ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും, വിപണി വില എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്യവില. പരസ്യവിലയും ചെലവും നമ്മുടെ വാങ്ങിയ വിലയും തമ്മിലുള്ള അനുപാതമാണ് കണ്ടെത്തേണ്ടത്. 25% കിഴിവ് നൽകിയ ശേഷം 25% ലാഭം നേടുന്നു. അപ്പം നമ്മൾ എന്തായിരിക്കും നമുക്ക് അറിയേണ്ടത്? നമ്മുടെ പരസ്യവില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25% കിഴിവ് നടത്തണമെങ്കിൽ 100 രൂപയുടെ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? 125 രൂപ ഇട്ടാലാണല്ലോ 25% കിഴിവ് നടത്തി നമുക്ക് 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് 100 രൂപയാണ് വിൽക്കേണ്ടത്. ഓക്കെ, അപ്പൊ പരസ്യവിലയുണ്ട്, ഇവിടെ എന്തുണ്ട്? വാങ്ങിയ വിലയുണ്ട്. ഓക്കെ, അപ്പൊ 100 രൂപയാണ് ആ സാധനം. അതിന്റെ പരസ്യവില എന്ന് പറയുന്നത് 100 + 25 ആയിരിക്കും. 20% നമ്മൾ കിഴിവ് നൽകണമെങ്കിൽ അതായത് നമ്മളിപ്പോൾ പറയണം 500 രൂപയുടെ സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 100 രൂപ കിഴിവും കഴിഞ്ഞ് നിങ്ങൾ 400 രൂപയ്ക്ക് എടുത്തു എന്ന് പറയുവാണ്. അപ്പം നമ്മൾ വിറ്റ വില 400, പരസ്യവില എത്രയാണ്? 500. സെയിം തന്നെയാണ് പറയുന്നത്. 100 രൂപയുടെ സാധനം 25% കിഴിവ് നൽകുക എന്ന് പറയുമ്പോഴേക്കും പരസ്യവില എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 100 രൂപ പരസ്യവില 125 ഇവിടുത്തെ പരസ്യവില എന്ന് പറയുന്നത്. ഇനി അവർ പറയുവാണ് വാങ്ങിയ വില എന്ന് പറയുന്ന 25% ലാഭം കിട്ടണമെങ്കിൽ ഈ 100 രൂപയിൽ നിന്ന് എന്ത് ചെയ്യണം? 25 കുറച്ച് നോക്കിയാൽ പോരെ? കാര്യം അയാൾ 75 രൂപയ്ക്ക് വാങ്ങിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 75 രൂപയ്ക്ക് വാങ്ങി എന്ത് ചെയ്തു? 125 രൂപ പരസ്യവില ഇട്ടു, 100 രൂപയ്ക്ക് വിറ്റു. അയാൾക്ക് എന്ത് ലഭിച്ചു? 20% കിഴിവും കൊടുത്തു. അയാൾ 20% അയാൾക്ക് എന്ത് ലഭിച്ചു? ലാഭവും ലഭിച്ചു. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ശതമാനം അല്ലല്ല, എന്താ ചോദിച്ചിരിക്കുന്നത്? അനുപാതമല്ലേ ചോദിച്ചിരിക്കുന്ന. 5 കൊണ്ട് കട്ട് ചെയ്യാം, അല്ല 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 തവണ 75 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 3 75 എന്ന് പറയുന്നത്. 5:3 നമ്മുടെ അനുപാതമായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 2 ദിവസം എത്ര പേർക്കാണ്? 5 പേർക്ക്. ഓക്കെ, 2 ദിവസം 5 പേർക്ക് എത്രയാണ് അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്? 20 മരങ്ങൾ മുറിക്കാമെങ്കിൽ 20 പേർക്ക് 3 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വർക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒന്നുമില്ല ഇവിടെ ചെയ്യാനായിട്ട്. ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 5/20 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ? ഇനി അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കാം. നമുക്ക് വർക്ക് 2 അല്ലെ, W2 എന്ന് പറയുന്ന വർക്കാണ്. W2 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു 20 ഇൻറ്റു 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 5 താഴത്തെ എഴുതുക. താഴത്തെ 20 എന്ത് ചെയ്യുക? ഇപ്പുറത്ത് വരുമ്പോൾ മുകളിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. 2 ഇൻറ്റു 5 10, 10 20 കൂടി കട്ട് ചെയ്യുമ്പോൾ 2 തവണ. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 12. അപ്പം 120 മരങ്ങളാണ് 20 പേര് 3 ദിവസം കൊണ്ട് മുറിക്കാൻ പറ്റുന്നത്. 120 മരങ്ങളാണ്. അവരുടെ വർക്കാണ് അറിയേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം.
ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? 52 പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോൾ നമ്പർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, ഹോൾ ഉണ്ടാവും ആദ്യമേ അല്ലെ, 0 ഉണ്ടാകണം. 0, 1, 2 ഇങ്ങനെ സംഖ്യകളിൽ 52 പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ 51ാമത്തെ സംഖ്യ വരെ വരും. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. നമ്മൾ 52 എടുത്തു കഴിഞ്ഞാൽ ആൻസർ മാറും. 51 വരെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ്? 52 സംഖ്യകളാകും. 2 എന്ന അക്കം എത്ര തവണ വരും? ആദ്യം എത്രയാണ്? 2 വരും അല്ലെ. പിന്നെ എത്ര വരും? 12 ഉണ്ട്. പിന്നെ അവിടെ ഒരു 20 വരും. അതോടെ നീക്കട്ടെ. 2, 12, പിന്നെ എത്ര വരും? 2, 12, 32 വരും, 42 വരും, 52 വരില്ല അല്ലെ. ഇത്രയേ വരാനുള്ളൂ. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? അതായത് 0 മുതൽ 10 വരെ എത്ര നമ്പർ ഉണ്ട്? ഒറ്റ 2 അല്ലേ ഉള്ളൂ, ഒരു 2 വരും. ഇനി 11 മുതൽ 20 വരെ ഏതൊക്കെ വരും? 12 ഉണ്ട്, 20 വരും. അപ്പൊ എത്ര എണ്ണം വരും? 2 നമ്പർ ഉണ്ട്. ഇവിടെ 2 മാത്രമേ അല്ലേ. ഇനി 21 മുതൽ നമ്മൾ എന്തെടുത്തു? 30 വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 21 മുതൽ 30 വരെ 21, 22, 23 അങ്ങനെ 9 എണ്ണം ഉണ്ടാവൂല്ലേ. 23, 24 അങ്ങനെ 29 വരെ 9, 2 ഉണ്ടാകും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 2 കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എത്രയായിട്ട് മാറും? 2ന്റെ എണ്ണം 10 ആയിട്ട് മാറും. പിന്നെ നോക്കേണ്ടത് 31 മുതൽ 40 വരെ ഒരു 2 അല്ലേ ഉള്ളൂ, 32 മാത്രമാണ്. അവിടെയും എന്തുണ്ട്? 1 ഉണ്ട്. ഇനി അടുത്തത് എത്രയാണ്? 41 മുതൽ 51 വരെ. അവിടെയും എത്രയാണ്? 42 മാത്രമേ വരുള്ളൂ, 1 വന്നം. നോക്കിക്കേ, 10, 10 2 12, 13, 14, 15. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നിങ്ങൾ 51 പകരം 52 എടുത്ത ആൻസർ 16 കിട്ടും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? തെറ്റും. അതായത് ഇവിടെ പൂർണ്ണസംഖ്യ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്ന് ആണ് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെഡിസിന് നമുക്ക് എങ്ങനെ കോഡ് ഭാഷയിൽ എഴുതാന്നുള്ളതാണ്. ഇവിടെ PSCയുടെ ആൻസർ പ്രകാരം ഇത് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ വരേണ്ടത്. ZJHRXRBJL എന്നുള്ളത്. പക്ഷെ ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയാണ്, എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷന് ഇവിടെ നോക്കിക്കേ, ഇ എന്ന് പറയുന്നത് നമുക്കറിയാം 5ാമത്തെ ലെറ്റർ ആണെന്ന് അല്ലെ. 5ാമത്തെ ലെറ്റർ ആയതുകൊണ്ട് അതിനോട് എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ 5 കൂട്ടി എഴുതി. 5 കൂട്ടി എന്ന് പറയുമ്പോൾ +5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10. 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? ജെ ആണ്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ എന്താണ്? 4ാമത്തെ ലെറ്റർ ആണ് അല്ലെ. അതിനോട് വീണ്ടും നമ്മൾ 4 കൂട്ടി നമുക്ക് 8ാമത്തെ ലെറ്റർ എന്ന് കിട്ടും. 8 ഏതാണ്? H ആണ്. ഇനി യു എന്ന് പറയുന്നത് 21 ആണ്. 21നോട് നമ്മൾ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 21 കൂട്ടുവാണ് അല്ലെ. 21 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 21 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 42 കിട്ടും. നമുക്കറിയാം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറയുന്ന 42ൽ നിന്ന് നമ്മൾ ഈ പറയുന്ന 26 അങ്ങ് കുറക്കണം അല്ലെ. 26 കുറക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും ഇവിടെ 6, ഇവിടെ 16 എന്ന് കിട്ടും. 16ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് വരേണ്ടത്? JHP ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഏതാണ് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്? സി എന്ന് പറയുന്ന 3ാമത്തെ ലെറ്റർ ആണ് അല്ലെ. 3 എന്ന് പറയുമ്പോൾ അഗെയിൻ നമ്മൾ 3 കൂട്ടി ഇവിടെ എന്ത് കിട്ടി? F കിട്ടി. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. 1നോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 കൂട്ടി ഇവിടെ 2ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് B ആണ്. ടി എന്ന് പറയുന്നത് എത്രയാണ്? 20ാമത്തെ ലെറ്റർ ആണ്. 20നോട് 20 കൂട്ടുമ്പോൾ നമുക്ക് 40 കിട്ടും. 40ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 26 മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ 4 വരും അല്ലെ. 14 കിട്ടും. 14ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് N ആണ്. ഈ ഒരു ലോജിക്കിലാണ് ഇവിടെ പോയിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ വരുമ്പോഴേക്കും ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഈ ഒരു ബി എന്ന് പറയുന്നത് ശരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, MEDICINES ഇതാണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എം എന്ന് പറയുന്ന എത്രാമത്തെയാണ്? M 13 ആണ്. അതിനോട് എന്ത് ചെയ്യണം? 13 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 26, അതായത് Z എന്ന് കിട്ടും. ഇ എന്ന് പറയുന്നത് എത്രയാണ്? 5ാമത്തെ ലെറ്റർ ആണ്. 5 അഗെയിൻ നമ്മൾ 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 10 എന്ന് പറയുമ്പോൾ J ആണ്. ഡി എന്ന് പറയുമ്പോൾ എത്രയാണ്? DABCD 4ാമത്തെ ലെറ്റർ ആണ്. അവിടെയും നമ്മൾ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H എന്ന് കിട്ടും. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ എത്രാമത്തെയാണ്? 9. 9നോട് നമ്മൾ 9 ആഡ് ചെയ്യുമ്പോൾ S 19 ആണ്. അപ്പൊ 9 9 18. 18 എന്ന് പറയുമ്പോൾ 6 കിട്ടും. കണ്ടോ? സി എന്ന് പറയുമ്പോൾ ഏതാണ്? ABC. സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3ാമത്തതാണ്. 3ാമത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ
ഓക്കെ, മൂന്നാമത്തെ പറയുമ്പോൾ ഏതാണ്? 3+3 ശരിക്കും 6 വരണം. 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ABCDE ആണ് 5 എന്ന് പറയുന്ന. 6 എന്ന് പറയുമ്പോൾ F ആണ് വരേണ്ടത്. ഇതായിരുന്നു വരേണ്ടത്. കണ്ട, 6 കഴിഞ്ഞിട്ട് F വരണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു X ആണ്. പക്ഷെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഈ ഒരു ലോജിക്ക് ആണെന്ന് തോന്നുന്നു. വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 3 പൂർണ്ണസംഖ്യകളുടെ ഗുണഫലം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമല്ലാതെ ഹരിക്കാനാകും. പൂർണ്ണസംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 പൂർണ്ണസംഖ്യകൾ എടുത്ത് നോക്കാം. ആദ്യത്തെ എന്താണ്? തുടർച്ചയായ 3 പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 4, 5, 6 നോക്കാം. ഓക്കെ, അടുത്തടുത്തുള്ള 3 സംഖ്യകൾ. 4 × 5 എത്രയാണ്? 20. 20 × 6 എന്ന് പറയുന്നത് 120 ആണ്. നെക്സ്റ്റ് നോക്കാം, 5, 6, 7 നോക്കാം. 5, 6, 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 × 6 30 ആണ്. 30 × 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 420 വരും അല്ലെ? 7 3 അല്ല 210 വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ സംഖ്യകളെ നമുക്ക് നോക്കിക്കേ, 2+1 ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ എന്താണ് പറയുന്നത്? നമുക്കറിയാം ഇത് 2+1 3 കൊണ്ടും ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കാനുള്ള ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? അതിനെല്ലാത്തിനെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ 3ന്റെ ടേബിളിൽ പോകണം. 2+1 3 ആണ് അല്ലെ? 3ന്റെ ടേബിളിൽ പോകും. അപ്പൊ നമുക്ക് 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? 6 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഇത് നോക്കാം, 2 210 ഇരട്ടസംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2+1 3 കൊണ്ടും ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്താണ്? 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. 6 കൊണ്ട് 6 3 18. ശിഷ്ടം എത്ര വരും? 3 വരും. 30 എന്ന് പറയുമ്പോൾ 6 5 30. കണ്ടോ? 30 വരും. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ബി 6 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഉണ്ടായിരുന്നില്ല. ഒരാൾ വടക്കോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തെക്കും വടക്കും ഒക്കെ നമുക്ക് ആദ്യം അടയാളപ്പെടുത്തി വെക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഒരാൾ വടക്കോട്ട്, അയാൾ ഇവിടെ നിന്നിട്ട് വടക്കോട്ട് അയാൾ എന്ത് ചെയ്തു? 25 അടി നടന്നു. പിന്നീട് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് 25 അടി നടന്നു. ഓക്കെ, അയാൾ വീണ്ടും വലത്തോട്ട്, ഇങ്ങോട്ട് നിന്ന് ആൾ വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങോട്ട് വലത്തോട്ട് അയാൾ എത്ര അടി നടന്നു? 50 അടി നടന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏത് ദിശയിലാണെന്നാണ്, എത്ര ദൂരത്താണ്, ഏത് ദിശയിലാണ്, അതായത് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതെന്ന് പറയുമ്പോൾ എന്താണ്? കിഴക്ക്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ തെക്ക്. അതായത് ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത്. അതായത് തെക്ക് കിഴക്കെന്ന് വരും. തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 25 ആണ് അല്ലെ? ഇതും 25 ആണെന്നറിയാം. അപ്പൊ ഇവിടെ എത്രയാണ്? ഇതും എന്ത് വേണം? 25 വേണം അല്ലെ? മൊത്തം 50 അടിയല്ലേ നടന്നത്. അപ്പൊ 25 അടി ഓൾറെഡി ഇവിടെ പോയി, ബാക്കി 25 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 25, ഇത് 25. ഇത് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? പൈതഗോറസ് തിയറം അനുസരിച്ച് 25 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് എത്ര വരും? 625 പ്ലസ് 625 എന്ന് വരും. അതായത് റൂട്ട് 1350 എന്ന് വരും. 1350 എന്ന് പറയുമ്പോൾ 1350. 1350 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര വരും? ശരിക്കും നമുക്കിവിടെ 2 കൊണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന 15 റൂട്ട് 2 ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 625, 625, 1350. അതിനൊരിക്കലും 15 റൂട്ട് 2 എന്ന് പറയുമ്പോൾ ശരിക്കും സ്ക്വയറിനുള്ളിൽ എത്ര വന്നം? 225 ഇൻറ്റു 2 വന്നം. അതിനെയാണ് നമ്മൾ 15 റൂട്ട് 2 എന്ന് എഴുതുന്നത്. 225 2 വട്ടം വരുമ്പോഴേക്കും 450 വരുള്ളൂ. അപ്പോൾ ഈ ആൻസർ എന്തായാലും വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, 79ാമത്തെ അത് ക്യാൻസൽഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വേണ്ടത്? സമയം 3:20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 30h മൈനസ് 11/2m ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം 30 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് 11/2 ഇൻറ്റു എം എന്ന് പറയുന്നത് 20 ആണ്. 30 ഇൻറ്റു 3 90 ആണ്, മൈനസ് ഇത് തമ്മിൽ കട്ടായി പോകും 10, മൈനസ് 110 എന്ന് വരും. ഇവിടെ നമുക്കറിയാം ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻസർ എത്ര വരും? -20 ആണ് ബ്രാക്കറ്റ് അല്ലേ?
ഇവിടെ എത്ര വരും ആൻസർ? മോഡുലസിന് വെളിയിലേക്ക് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ 20 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്, മാത്സും ഉണ്ട്. അങ്ങനെ ഡെയിലി നമ്മൾ മാക്സിമം, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഇപ്പോൾ 49 ക്ലാസ്സുകളായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്കതിൽ റാങ്ക് മേക്കിങ്ങിൽ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. അതിന് അത്യാവശ്യം 50 മാർക്കാണ് അതിന് 3-നും കൂടി വരാൻ വേണ്ടി പോകുന്നത്. അതിന് നല്ല രീതിക്ക് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്താൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് എന്താണ് പഠിക്കാനും സമയം കിട്ടും മെയിൻസിലേക്ക് വരുമ്പോൾ. ഓക്കെ, അതിലൊരു 50-ൽ നമ്മളൊരു 40 മാർക്കോളം സ്കോർ ചെയ്താൽ ബാക്കി അത്യാവശ്യം GK ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും കൂടിയൊക്കെ അപ്ലൈ ചെയ്യുക. അറിയാം, ഡിഗ്രി ഉള്ളവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല വേക്കൻസികളൊക്കെ വരുന്ന പോസ്റ്റാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്